വിദ്യാർത്ഥി സ്കൂൾ ബാഗ് തുറന്ന സമയത്ത് അതിൽ കണ്ടത് ഒരു മലമ്പാമ്പിന്റെ കുട്ടിയെയാണ്. ചേലക്കര കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ക്ലാസ്സിൽ ചെന്നിട്ട് പുസ്തകമെടുക്കാൻ വേണ്ടി ബാഗ് തുറന്ന സമയത്ത് എന്തോ ആ കുട്ടിയുടെ കയ്യിൽ തട്ടി. ഉടനെ തന്നെ കൈ വലിക്കുകയും സഹപാഠികളോട് പറയുകയും ആ ബാഗിന്റെ ഷിബ് ഇടുകയും ചെയ്തു. അതിനുശേഷം അധ്യാപകർ വന്നതിന് ശേഷം ബാഗ് തുറന്നു നോക്കിയ സമയത്ത് ബാഗിന്റെ ഉള്ളില് ഒരു മലമ്പാമ്പിന്റെ കുട്ടിയെയാണ് കാണാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും അപകടങ്ങളൊന്നും സംഭവിക്കാതെ അതിനെ ഒഴിവാക്കി. ഇവിടെ ഇങ്ങനെ പലപ്പോഴും പല രീതിയിൽ നമ്മൾ പല വാർത്തകൾ കാണാറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചിട്ട് നല്ല തണുപ്പൊക്കെ ഉള്ള സമയമാകുമ്പോൾ പാമ്പുകൾ എന്ത് ചെയ്യും? വീട്ടിന്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ പല ഭാഗത്തേക്കും കയറി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ വീട് ഒരു പാടത്തിന്റെ വക്കീലായിട്ടാണ്, പാടവുമായി ബന്ധപ്പെട്ട ഏരിയയിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ബാഗിന്റെ ഉള്ളിൽ കയറി കൂടിയത്. ബാഗിന്റെ ഉള്ളിൽ അങ്ങനെ സുഖമായിട്ട് പാമ്പ് ഇരുന്നിട്ടുണ്ടായിരിക്കും. പുസ്തകം എടുത്ത് കുട്ടി സ്കൂളിലേക്ക് പോവുകയും സ്കൂളിൽ എത്തിയതിനു ശേഷം ബാഗ് തുറന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂരിലാണ് ഇങ്ങനെ സ്കൂൾ വിദ്യാർത്ഥിയുടെ ബാഗിൽ പാമ്പിനെ കണ്ടിട്ടുള്ളത്. നമ്മുടെയൊക്കെ മക്കള് സ്കൂളിലേക്ക് പോകുന്നതാണ്. സൂക്ഷിച്ചാൽ നന്നായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വിദ്യാർത്ഥികൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പല കുട്ടികളും സ്കൂൾ വിട്ടു വന്നാൽ ബാഗ് പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലൊക്കെ ഇട്ട് പോകും. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ അതൊക്കെ എടുത്ത് മുഴുവൻ നോക്കാൻ സാധ്യതയുണ്ട്. അതല്ലാത്ത സമയത്ത് ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങളാണല്ലോ ബാഗിൽ. അപ്പൊ അത്യാവശ്യമുള്ള ഒന്നോ രണ്ടോ പുസ്തകം എടുത്ത് അത് അങ്ങനെ തന്നെ തുറന്നു വെച്ചിട്ട് കളിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നീങ്ങുന്ന സമയത്തായിരിക്കാം ഇതുപോലെ ജനലോ അല്ലെങ്കിൽ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പാമ്പ് വന്ന് കയറുക. അപ്പോ നമ്മള് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇതിനൊക്കെ പരിഹാര മാർഗമുള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ മുന്നിൽ വന്നൊരു വാർത്തയായിരുന്നു, വാഷിംഗ് മെഷീനിന്റെ ഉള്ളില് കൈയിട്ട സമയത്ത് ഒരു മൂർഖൻ പാമ്പ് കടിക്കുകയും അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വാഷിംഗ് മെഷീന്റെ ഉള്ളില് ഒരു പക്ഷെ പുറത്ത് അവിടെ കൂട്ടിയിട്ടിരുന്ന ഡ്രസ്സ് എല്ലാം കൂടിയിട്ട് നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ട് ആ ഒരു സ്വഭാവം. വലിയൊരു പാത്രത്തില് പുറത്തെന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ട് ഇടും. എന്നിട്ട് പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ ആയിരിക്കും എല്ലാം കൂടി എടുത്തിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇടുക. അങ്ങനെ ഇടുന്ന സമയത്ത് ആ ഡ്രസ്സിന്റെ കൂടെ ഈ മൂർഖൻ പാമ്പും വാഷിംഗ് മെഷീനിൽ പെട്ടു. എന്നിട്ട് പിന്നീട് അലക്കുന്ന സമയത്ത് അതിലേക്ക് കൈ എന്തൊട്ട സമയത്താണ് കടിയേറ്റത്. ഇങ്ങനെ പല രീതിയിൽ പാമ്പുകളുടെ ശല്യങ്ങള്, പ്രയാസങ്ങള് നമ്മുടെയൊക്കെ കുടുംബത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് വിദ്യാർത്ഥികളുടെ ബാഗിലാവാം, അല്ലെങ്കിൽ ചെടിച്ചട്ടികളിലാവാം, അതല്ലെങ്കിൽ ഇതുപോലെ വാഷിംഗ് മെഷീനിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഉണക്കിയിട്ട് ഡ്രസ്സൊക്കെ ഉണക്കിയതിനു ശേഷം ഒരു പക്ഷെ പല ആളുകളും മഴ വരുന്നതൊക്കെ പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ മഴ വരുന്നത് കണ്ട് വേഗം എടുത്തിട്ട് എന്ത് ചെയ്യും, ബാക്കില് വീടിന്റെ പുറകുവശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ കൂട്ടിവെക്കും. അത് അന്ന് എടുത്തു വെക്കാൻ മറക്കും. എന്നിട്ട് പിറ്റത്തെ ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ പോയിട്ട് എടുത്തു വെക്കുക. അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ വീണ്ടും വീണ്ടും പറയുന്നു, നാം ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ശക്തമായിട്ടുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, പുറത്തൊക്കെ അഴിച്ചിടുന്ന ആ ഷൂവിലൊക്കെ എന്താണെങ്കിലും പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ്. പോർച്ചിൽ നിർത്തിയിട്ട ബൈക്കിൽ പോലും പാമ്പുകൾ കയറി കൂടിയിട്ട് അതിന്റെ പല ഭാഗത്തും ചുറ്റിക്കെടുക്കുന്നതായിട്ടും പല ആളുകളെ കടിച്ചതായിട്ടും അതുപോലെ തന്നെ എടുത്തൊഴിവാക്കുന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപകടങ്ങളിൽ രക്ഷപ്പെടാൻ ശ്രദ്ധ മാത്രമേ നമുക്ക് മാർഗമുള്ളൂ, അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. കുഞ്ഞുങ്ങളാവട്ടെ നമ്മളാവട്ടെ സ്കൂളൊക്കെ വിട്ടു വന്നാൽ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞു വന്നാൽ പുറത്ത് അലക്ഷ്യമായിട്ട് നമ്മുടെ ഷൂവോ മറ്റുള്ള സാധനങ്ങളോ ഇട്ടിട്ട് അപകടങ്ങൾ വരുത്താതിരിക്കുക. നമ്മുടെ ശ്രദ്ധ മരിക്കുമ്പോഴാണ് മരണം ജനിക്കുന്നത്. പടച്ച റബ്ബിന്റെ കാവലല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഒത്തിരി സ്നേഹത്തോടു കൂടി നിസാമി.